വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു ഉള്ളിവട എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 സവാള ചെറുതായിട്ടരിഞ്ഞ്, അതായത് നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ആവശ്യമുണ്ട്. ഞാൻ ഇഞ്ചിയും പച്ചമുളകും കുഞ്ഞതായിട്ടരിഞ്ഞ്, അതായത് വളരെ തീരെ പൊടിയായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ട്. ഇത് ഒരു തണ്ട് കറിവേപ്പാണിത്. ഇനി ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യം കടലമാവാണ്. ഞാൻ ഇതുപോലത്തെ ടേബിൾ സ്പൂണിന്, അതായത് ഈ ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. ആദ്യം തന്നെ നമ്മുടെ സവാള കൈയിട്ട് ഇതുപോലെ നന്നായിട്ട് ഞെരടണം. അപ്പം നമ്മുടെ ഈ സവാളയുടെ പീസുകളൊക്കെ ഇങ്ങനെ ഇളകി വിടർന്ന് വരും. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ കൈയിട്ട് ഞെരടി അതിൻ്റെ നീര് ഇങ്ങനെ പിഴിഞ്ഞിടണം. അതായത് നീര് വരത്തക്ക വിധത്തിൽ നല്ല ശക്തിയായിട്ട് നമുക്കിതൊന്ന് കൈയിട്ട് ഞെരടണം. എന്നിട്ട് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ആ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ സവാളയിൽ നിന്ന് നന്നായിട്ട് നീര് ഇറങ്ങി വരും. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ സവാള ഉപ്പ് ചേർത്ത് മാറ്റി വെച്ചിട്ട്. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് സവാളയുടെ ആ നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഈ സവാളയുടെ ഈ നീരിങ്ങനെ ഇറങ്ങി വന്നത് കാരണം നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില, ആ കറിവേപ്പില ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും പിന്നെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഇവിടെ ചേർത്ത് ജസ്റ്റ് ഒന്നുകൂടി ഇളക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്തേക്ക് കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. കാരണം കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവില്ല. നിങ്ങൾ എടുക്കുന്ന മുളക് പൊടിക്കനുസരിച്ച് ഇതിനകത്ത് അളവ് മാറ്റം വരുത്താം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. അരിപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദാപ്പൊടി എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ശേഷം കടലമാവ് ഓരോ ടേബിൾ സ്പൂണായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇവിടെ ആഡ് ചെയ്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ലവണ്ണം കുഴയ്ക്കാം. നമുക്കിത് കുഴയ്ക്കുമ്പോൾ നമ്മൾ നല്ല ശക്തിയായിട്ട് വേണം, അത് നന്നായിട്ടൊരു ബലം കൊടുത്ത് വേണം നമുക്കിത് കുഴച്ചെടുക്കാം. എന്നാലേ ആ സവാളയിലുള്ള ആ നീര് വെള്ളം നന്നായിട്ടൊന്ന് ഇറങ്ങി വരത്തുള്ളൂ. ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ച് വെച്ചു. പക്ഷേ എൻ്റെ മാവിന് ഇച്ചിരി വെള്ളമയം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ സവാള എടുത്ത് വെച്ച സമയത്ത് ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സവാള നന്നായിട്ട് ഞെരടി വെച്ചിരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇനി അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിവട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് എണ്ണ എടുത്ത് നമ്മുടെ കൈയുടെ അകഭാഗത്ത്, അതായത് ഉൾവശത്ത് ഇതുപോലെ തടവി കൊടുക്കാം. ഇതിങ്ങനെ തടവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാവെടുത്ത് നമ്മൾ ഇതുപോലെ കൈയുടെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കൈ വെച്ച് തന്നെ കൊണ്ടാണ് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് ഉള്ളിവടയുടെ ഷേപ്പാക്കി എടുക്കുന്നത്. ഈ സമയത്ത് മാവ് നമ്മുടെ കൈക്ക് അകത്തിങ്ങനെ പറ്റിപ്പിടിക്കാതെ നല്ല ഷേപ്പിൽ തന്നെ ഉള്ളിവട നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഷേപ്പിൽ എടുത്തേക്കുന്ന ഉള്ളിവട നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രമേ
ഉള്ളിവട ഇട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ നമ്മുടെ വടകൾ ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറഭാഗം കരിഞ്ഞു പോവും, ഉൾഭാഗം വേകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് രണ്ട് പുറവും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ ഉള്ളിവട നല്ലപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിവട രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ എല്ലാ ഭാഗവും വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ബാലൻസ് ഉള്ള മാവും ഇതുപോലെ തന്നെ നമുക്ക് ഉള്ളിവട തയ്യാറാക്കി എടുക്കാം. ഉള്ളിവട വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോട് പറഞ്ഞ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.